നമ്മൾ അറബി ഭാഷയിലെ കൃത്യമായ ചില ശൈലികൾ അറിയാതെ ഇപ്പോഴും പൊട്ട അറബി പറയുന്നത് കേൾക്കാറുണ്ട്. ഈയിടെ ഒരു വൈറലായ വീഡിയോ കണ്ടു, അൻതമാഫി മോയാൻ, അൻതമാഫി മോയാൻ, അല്ലെങ്കിൽ ആനമാഫി മോയ. അത് അൻതമാഫി മോയ, എൻ്റെ അടുത്ത് വെള്ളം ഉണ്ടോന്നാ, അല്ലെ വെള്ളമുണ്ട്, എന്താന്ന് തന്നെ അറിയില്ല അതിന് ഉദ്ദേശിക്കുന്നത്. എല്ലാ അർത്ഥത്തിനും ഒരു വേർഡ് ഉപയോഗിക്കുന്ന കൃത്യതയില്ലാത്തൊരു സംസാര ശൈലി. അവിടെ 2 പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. അതിനെ ഒന്ന് ശരിയാക്കിയിട്ട് നമ്മൾ പറയും എന്തൊക്കെമായി എന്നാണ് ചോദിക്കേണ്ടത്. അന്തമാഫിമായി എന്നല്ല, എന്തൊക്കെമായി എന്നാണ്. അല്ലെങ്കിൽ ഫിമോയ, ഫിമോയ ഹിനാക്ക്, അവിടെ എന്നതിന് ഹിനാക്ക്, ഫിമോയ ഹിനാക്ക്. ഒരു ബാത്റൂമിലാണെങ്കിൽ ഫിമോയ ഫിൽ ഹമ്മാം, ഇതാണ്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെയാണ്. അന്തമാഫിമോയ എന്നല്ല, എന്തൊക്കെമായി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫി മായി ഹിനാക്ക് എന്ന് ചോദിക്കാം. ഓക്കെയാണോ? അതേപോലെ വേറൊന്നും, ഫിഫുലൂസ്, ഫിഫുലൂസ് ഹിന, കാശുണ്ടോ ഇവിടെ, ഫിഫുലൂസ് എന്ത്, ക്യാഷ് നിങ്ങളെത്തുണ്ടോ? ഓക്കെ, അതാണ് ഒന്നാമത്തത്. അപ്പോൾ പറയും ഇല്ല, ഇല്ല എന്ന് പറയാൻ, അതാണ് രണ്ടാമത്തെ പോയത്. ഇല്ല എന്ന് പറഞ്ഞാൽ മാഫി, മാഫി എന്ന് പറയാം, മാ എന്ന് പറയാം. ചില ശൈലിയാണത്. മാഫി എങ്ങനെ പറയാം, മാഫി ഫുലൂസ്, മാഫി മായി, മാഫി മോയ് ഹിനാക്ക്, മാഫി മായി ഫിൽ ഹമ്മാം, മാഫി. അപ്പം മാഫി മായി ഹിന എന്നാണ് പറയേണ്ടത്. അതല്ലാതെ മാഫി മോയ ആന, ആന മാഫി മോയ എന്നല്ല. ഹിന എന്നതിന് അറിയാതെ ആരോ ഹന എന്നൊക്കെ വായിച്ചത് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. 2, അതിൽ തന്നെയുള്ള ഒരു കാര്യം പറയാം, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാശ് ഇല്ലല്ലോ, ഇവിടെ കാശ് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അവിടെ ആ ഒരു ഉണ്ടായിരുന്നില്ല എന്നൊരു പോയിന്റ് നമ്മൾ ആളുകൾക്ക് കൃത്യതയില്ലാതെ കേട്ട് സംസാരിക്കുന്നവർക്ക് അതൊരു അർജൻറ്റ് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിലെങ്ങനെ നമുക്ക് പറയേണ്ടത്, കാൻ എന്ന് ചേർച്ചാണ്. കാൻ മാഫി ഫുലൂസ് അവൽ, കാൻ മാഫി ഫുലൂസ്, കാശ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളല്ലേ, ഒരാൾ അത്ഭുതപ്പെടും, വെള്ളമല്ല, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, നേരത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഖാൻ മാഫിമായി. ഓക്കെ, അപ്പം മാഫിമായി എന്നതിലേക്ക് ഒരു കാന എന്നതിനെ ചേർക്കുക. കാന എന്ന് സംസാര ഭാഷ എപ്പോഴും എന്ന സുക്കൂൻ എന്നതിന് പേര് പറയാം. ഗാരം അല്ല, ഈ അല്ല, ഊ അല്ലാത്ത ഒരു എന്താണ്, ഇപ്പം TH A എന്ന് പറയുമ്പോൾ താനാകും, അങ്ങനെയാണോ? എ ഇല്ല, ഈ ഇല്ല, യു ഇല്ലെങ്കിൽ പിന്നെ ത് എന്നല്ലാവുക. ആ ഒരു സ്റ്റൈലാണ് സുക്കൂൻ എന്ന് പറയുന്നത്. അതാണ് സംസാര ഭാഷയുടെ അവസാന അക്ഷരങ്ങളിൽ എപ്പോഴും പറയാൻ ഭംഗി. കാൻ, കാൻ, കാൻ മാഫി, കാൻ മാഫി ഫുലൂസ്, കാൻഫി, കാൻഫി, പൈസ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ഇവിടെ പൈസ, കാൻഫി, കാൻഫി ഫുലൂസ്, വേൻ അൽ ഹീൻ, വേൻ എവിടെ? അപ്പോൾ കാൻ മാഫി യാ സയ്യിദ്, കാൻ മാഫി, ഉണ്ടായിരുന്നില്ല. കാൻ മാഫി, ഉണ്ടായിരുന്നില്ല. കാൻ ഫി, ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 3 പോയിന്റാണ്. 1, ആനക്കലാം എന്ന് പറയുന്നത് പോലെ അന്തമായി എന്ന് പറയരുത്, അന്തമോയ അല്ല. അല്ലെങ്കിൽ ഹിന, അവിടെ എന്ത് പറയണം, എന്തൊക്കെമായി എന്ന് പറയണം. ഹിന മാഫി, ഹിന ഫി മോയ എന്ന് പറയുന്നിടത്ത് അവിടെ എന്ത് പറയണം, പിന്നെ അല്ല ആനഫി മോയ എന്ന് പറയുന്നത് ഹീനഫി മോയ എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ആ തെറ്റ് കൃത്യതയില്ലാത്ത ഭാഷയെ നമ്മൾ ക്ലിയർ ആക്കി പഠിക്കുക. അനയും അന്തയുമല്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്, അത് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തായിരിക്കണം, ഇല്ല എന്ന് പറയാം, മാഫി എന്ന് പറയാം, മാ എന്ന് പറയാം. മാ എന്നുള്ളത് മറ്റു സ്ഥലത്താണ്, പിന്നീട് പറയാം. മാഫി, മാഫി മോയ. അപ്പം മാഫി ഉണ്ടില്ല എന്നാണ് പുതിയ ആളുകൾ അർത്ഥം വെക്കുന്നത്. ആ ഒരു ഫീക്ക് അർത്ഥമേ ഉണ്ടാകൂല. മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന, മാ ചേർന്നതോടുകൂടെ ഇല്ല എന്ന, മാക്ക് ഇല്ല എന്ന അർത്ഥമുണ്ടില്ല എന്നതിനെ പോലെ തന്നെ. ഓക്കെ, മൂന്നാമത് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്, കാൻ ചേർക്കുക. കാൻ ഫി, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, കാൻ മാഫി എന്നാണ്. ഓക്കെ, ഇങ്ങനെ അറബികളെ പോലെ അറബി ഭാഷ അതിൻ്റെ ഒരു കൃത്യതയിൽ നിങ്ങൾക്ക് പഠിക്കാൻ അറബിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രൻ ലക്കും, മഅസ്സലാമ.